C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇയാൾക്കറിയാലോ എന്റെയും രജനേച്ചിയുടെ ഒക്കെ സ്വഭാവം. രജനേച്ചി ഒരുമ്പെട്ട് ഇറങ്ങിയാലേ അതിനൊപ്പം ഞാൻ കൂടി നിന്നാ പിന്നെ അവൾ ഉണ്ടാവില്ല. വാശി കേറിയ നിങ്ങളെക്കാൾ അപകടകാരിയാ നയന. അത് തന്നെ പോലെ നട്ടല്ലില്ലാത്ത ഒരാണിന്റെ മുമ്പിൽ അവളിതുവരെയും തന്റെ ഇടമുള്ള പെൺകുട്ടികളോട് ഏറ്റുമുട്ടിയിട്ടില്ല. എന്റെ അമ്മ ജയിലിലേക്ക് പോയാ അവളുടെ ഇരു കരണത്ത് ഞാൻ പൊതിരെ തല്ലും. അവളെ എന്നെയും എന്റെ അമ്മയ്ക്കൊപ്പം പറഞ്ഞു വിടട്ടെ. അനുനയത്തിൽ അവളോട് സംസാരിക്കുന്നതാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. അനുനയത്തിൽ സംസാരിക്കാം, കാല് പിടിക്കാം. പക്ഷെ അവൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തിയാവും തോന്നില്ല. അവൾക്ക് അമ്മയെ ജയിലിൽ കിടത്തണം. അത് മാത്രമല്ല, ഗതികേട് കൊണ്ട് ഭാഗ്യദോഷം കൊണ്ട് അച്ഛനെന്ന് വിളിക്കേണ്ടി വന്ന അയാൾക്കും. നാളെ അമ്മ കോടതിയിൽ എത്തുവാണെങ്കിൽ വാദിച്ച് മറിക്കാൻ പോകുന്നത് അയാളായിരിക്കും. അമ്മയുടെ ജീവിതത്തിൽ വഴിതെറ്റി വന്ന അച്ഛനെന്ന ആ അസുരൻ. നിന്റെയൊക്കെ ചോരത്തിളപ്പ എല്ലാ കുഴപ്പത്തിനും കാരണം. മൂത്തവൾ ആവശ്യത്തിലധികം പേര് സമ്പാദിച്ചു. അതിന്റെ കൂടെ ഒരു ഗുണ്ടയുടെ പിന്നാലെ കറങ്ങി നടക്കുന്ന നീയും. ആ ഗുണ്ടയാണിപ്പോ ഇയാളെക്കാൾ 10 മടങ്ങ് ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. ഞങ്ങൾക്കൊരാങ്ങളെ ഉണ്ടെന്ന പേരേ ഉള്ളൂ. അയാളെ കൊണ്ടൊരു പ്രയോജനവും ഇല്ല. എന്നാ ബുള്ളറ്റ് ജഗൻ എന്ന ഗുണ്ടയെ വിളിച്ചാലേ വിളിപ്പുറത്താ. അയാളിപ്പോ മല ചവിട്ടാൻ പോയതേ സ്വഭാവമൊക്കെ മാറ്റി നല്ലവനാവാൻ വേണ്ടിയാ. എങ്കിലും ഞാനും എന്റെ അമ്മയും ഒക്കെ വേദനിക്കുന്നെന്ന് കണ്ട, ഞങ്ങളുടെ കണ്ണ് നനയുന്നത് കണ്ട അയാള് പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. പിന്നെ നയനേന്ന് പറയുന്നവളെ മഷിയിട്ട് നോക്കിയാൽ പോലും ഇയാൾക്ക് കാണാൻ പറ്റില്ല. അത് ഓർത്തു വെച്ചോ. അമ്മേ, എന്തിനെന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത്? രണ്ടുപേര് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കണ്ടോ അവരെ? കണ്ടു. പറയേണ്ടതൊക്കെ പറയുകയും ചെയ്തു. എന്നെ അവർക്ക് ശരിക്കും അറിയില്ലമ്മേ. എന്നാ അഡ്വക്കേറ്റ് വിജയകുമാറിനെ എന്നെ നന്നായിട്ട് അറിയാം. അത് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഞാൻ അമ്മയ്ക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്ന അന്ന് ഞാൻ നിങ്ങളുടെ കുടുംബത്തിനെതിരെ ഇറങ്ങി പുറപ്പെട്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇനി പോകാൻ പോകുന്നതേ അവളുടെ കുടുംബത്തിന്റെ മുന്നിലേക്കാ. അമ്മ ഈ ലോക്കപ്പിൽ കിടക്കുന്ന കാണുന്നത് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. അതിന്റെ കൂടെ ഇനി അവള് നീക്കുപോക്കിന് തയ്യാറായില്ലെങ്കിൽ അതവളുടെ നാശത്തിന്. നാളെ ഞാൻ തന്നെയാ എന്റെ കേസ് വാദിക്കുന്നത്. പക്ഷേ ഇവിടെ അവളെ തല്ലിന്നുള്ള കാര്യം സത്യമാണ്. തെളിവ് അവളുടെ മുഖത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് കേസ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാ. ഇതെങ്ങനെ കോടതിയിൽ എത്താതിരിക്കാമെന്നാ ഞാൻ നോക്കുന്നത്. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ അമ്മ? അങ്ങനെയെങ്കിൽ ആ വഴി ഞങ്ങൾ നോക്കാം. അവളുടെ കൈയും കാലും പിടിക്കാൻ എനിക്ക് വയ്യ മോളെ. അതിലും നല്ലത് കുറച്ചുനാൾ ജയിലിൽ കിടക്കുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.